തിരുവനന്തപുരം കഠിനംകുളത്ത് യുവാവ് നായയെക്കൊണ്ട് ഗൃഹനാഥനെ കടിപ്പിച്ചതായി പരാതി. കഠിനംകുളം സ്വദേശി സമീറാണ് നായയെക്കൊണ്ട് കടിപ്പിച്ചത്. പട്ടിയെക്കൊണ്ട് കടിപ്പിച്ച ശേഷം വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിയുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, എന്താണ് ഉണ്ടായത്? ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടായിരുന്നോ? സംഗീത, വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് തിരുവനന്തപുരം കഠിനകുളത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ കഠിനകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ സമീർ എന്ന് പറയുന്നത്. കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഇയാൾ ഒരു വർഷം തടവ് കഴിഞ്ഞ് ഈ അടുത്താണ് പുറത്തിറങ്ങിയത്. അതിനിടയിൽ ഈ കഠിനകുളത്ത് വെച്ച് ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പട്ടിയുമായിട്ട് ഇയാൾ റോഡിലൂടെ സഞ്ചരിച്ചതായിരുന്നു. അപ്പോൾ അത് കണ്ട് അതായത് സക്കീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവിന്റെ വീട്ടിലെ കുട്ടികള് ഈ നിലവിൽ സമീർ ചെയ്യുന്ന കാര്യം കണ്ട് ഒന്ന് ചിരിച്ചു. അപ്പോൾ ആ കുട്ടികൾ പരിഹസിച്ച് ചിരിച്ചു എന്ന് കണ്ട് പ്രകോപിതനായിട്ട് ഇയാൾ സമീറിന്റെ വീട്ടിൽ കയറി അതിക്രമം കാണിക്കുകയാണ് ചെയ്തത്. അതിൽ ഇയാളുടെ വളർത്തു നായയെ കൊണ്ട് സക്കീറിനെ കടിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഈ സക്കീറിനെ മർദ്ദിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഈ നിലവിലിപ്പോൾ അതിനുശേഷം ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇദ്ദേഹം ഈ സമീറിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയെയും ഇദ്ദേഹം നായയെ കൊണ്ട് കടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവത്തിന് പിന്നാലെ ഈ സക്കീറിന്റെ പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കഠിനകുളം പോലീസ് കേസെടുക്കുകയും ഒപ്പം തന്നെ ഈ പ്രതിയായിട്ടുള്ള ഈ സമീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വിചിത്രമായ സംഭവമാണ്. നിലവിൽ ഇപ്പോൾ ഈ പട്ടിയെ കൊണ്ട് കടിപ്പിച്ച സമീറിന് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്കുകൾ ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വിചിത്രമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഈ കഠിനകുളത്ത് ഉണ്ടായിരിക്കുന്നത്. ശരി അഞ്ജു.